വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ്? ജീവിതത്തിൽ താങ്കൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്തിനെയാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ഉത്തരമാണ് എബ്രഹാം ലിങ്കൻ നൽകിയത്. അദ്ദേഹത്തിന്റെ ഉത്തരം ഇതായിരുന്നു: പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ കാത്തിരിക്കുന്ന അമ്മയുള്ള ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. അങ്ങനെ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ ഒരമ്മ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും എന്നെ വീട്ടിലേക്ക് തിരികെ വിളിക്കുന്ന സ്നേഹമസൃണമായ സ്വരം അമ്മയുടേതാണ്. അമ്മ എന്ന വലിയ പുസ്തകത്തെക്കാൾ വലിയൊരു പുസ്തകം ഞാൻ എൻ്റെ ആയുസ്സിൽ വായിച്ചിട്ടില്ല. എത്ര മനോഹരമായ വാക്കുകൾ! മാതൃത്വത്തിന്റെ സവിശേഷതകളും വിശാലമായ മാനങ്ങളും തുറന്നു കാണിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് മഹാനായ എബ്രഹാം ലിങ്കന്റേത്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് അമ്മമാരാണ്. അമ്മയില്ലാത്ത വീട് ഒരു വീടാവില്ല. അമ്മയുടെ ശബ്ദമില്ലാത്ത കുടുംബമാവില്ല. അമ്മയുടെ വാത്സല്യങ്ങളില്ലാത്ത ചുറ്റുപാടുകൾ സ്നേഹമസൃണമായിരിക്കില്ല, ഒരിക്കലും നമുക്ക് ആശ്വാസം പകരുന്നതായിരിക്കില്ല. 1000 അസ്ഥികൾ ഒരുമിച്ച് ഒടിഞ്ഞ് നുറുങ്ങുന്ന അതികഠിനമായ വേദനയാണ് പ്രസവ വേദന അല്ലെങ്കിൽ ലേബർ പെയിൻ എന്ന് പറയുന്നത്. ഓരോ മാതാവും തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റവും കാഠിന്യമേറിയ വേദന. പ്രസവ വേദനയേക്കാൾ വലിയൊരു വേദനയില്ല ലോകത്ത്. ഈ ഗർഭാവസ്ഥയുടെ 10 മാസങ്ങൾ വലിയൊരു ത്യാഗത്തിൻ്റെയും അതോടൊപ്പം ഒരു വലിയ ധ്യാനത്തിൻ്റെയും ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തി തരുന്നത്. താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ തൻ്റെ ഗർഭസ്ഥ ശിശുവിന് ആഹാരമായിരിക്കുന്നു. തൻ്റെ വിചാരങ്ങളും വികാരങ്ങളും തൻ്റെ പുഞ്ചിരി പോലും തൻ്റെ ഗർഭത്തിലെ ശിശുവിന് വേണ്ടിയുള്ളതാണ്. ഇനി പ്രസവാനന്തരം തൻ്റെ രക്തം തന്നെ നിറം മാറ്റി മുലപ്പാലാക്കി കുഞ്ഞിന് കൊടുക്കുന്ന ത്യാഗ മനസ്ഥിതി. ലോകത്തിലെ തന്നെ ഏറ്റവും പോഷക സമൃദ്ധമായ സമ്പൂർണാഹാരമാണ് അമ്മയുടെ മുലപ്പാൽ. യഥേഷ്ടം തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ ചുരത്തി വാത്സല്യം പകർന്ന് സ്നേഹത്തിൻ്റെ വലിയ നിറസാന്നിധ്യമാകുന്ന അമ്മമാർ. അങ്ങനെയുള്ള അമ്മമാരാണ് ഒരുപക്ഷെ ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത്. നമ്മുടെ സംസ്കാരത്തെ തന്നെ ശ്രേഷ്ഠതരമാക്കി നിലനിർത്തുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞിനു വേണ്ടി ഒരേ സമയം വാത്സല്യത്തിന്റെ അമ്മിഞ്ഞയും കരുതലിന്റെ നിറവുമായി മാറുന്ന അമ്മമാർ. എന്നാൽ അവർ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളിൽ വിശ്രമമില്ലാത്ത ജോലികൾ, അസ്വസ്ഥമായ ചുറ്റുപാടുകൾ, വേദനകളെ പോലും ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ഏറ്റെടുക്കുന്ന നിമിഷങ്ങൾ, അതെല്ലാം അവരുടെ മഹിമയാണ് വെളിപ്പെടുത്തുക. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനു വേണ്ടി എത്ര രാവുകൾ ഉറക്കമൊഴിയാനും അമ്മമാർക്ക് സന്തോഷമേ ഉള്ളൂ. തൻ്റെ കുഞ്ഞ് രോഗാതുരമാകുമ്പോൾ അസ്വസ്ഥമാകുന്ന ചങ്ക് പിടയുന്ന അമ്മമാർ കൺപോളകൾ കൂട്ടാതെ, മനസ്സ് സ്വസ്ഥമാകാതെ
തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന അമ്മമാർ. ഒരു പക്ഷെ കാലം പോലും കൈകൂപ്പുന്നത് ഈ മാതൃത്വത്തിന്റെ വിശാല ഭാവത്തിന്റെ മുമ്പിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ നല്ല കാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ മക്കളുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, ഒരു ആശ്വാസവാക്കിനു വേണ്ടി, ഒരിറ്റ് ഔദാര്യത്തിനു വേണ്ടി കേഴുന്ന എത്രയോ അമ്മമാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. മക്കളുടെ കനിവിനു വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർ, ഒരിറ്റാഹാരം കിട്ടാൻ, ഒരിറ്റ് വെള്ളം കിട്ടാൻ, ഒരിത്തിരി മരുന്ന് കിട്ടാൻ, ഒരു സ്നേഹവാക്ക് കിട്ടാൻ എത്രമാത്രം അവർ കാത്തിരിക്കുന്നു. അവർ കൊടുത്ത വലിയ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരംശം പോലും തിരികെ കിട്ടാതെ എത്രയോ അമ്മമാരാണ് ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ ഒരു പരാതിയും ഒരു പരിഭവമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആയിരക്കണക്കിന് അമ്മമാരുണ്ട് കൊച്ചു കേരളത്തിൽ. മക്കളോട് യാതൊരു പരാതിയുമില്ലാതെ വൃദ്ധസദനങ്ങളിൽ ഇരുന്നു പോലും മക്കളുടെ ക്ഷേമാന്വേഷണം നടത്തുന്ന അമ്മമാർ എനിക്ക് നേരിട്ടറിയാം. അവരെക്കുറിച്ച് ഒരു ദുഷിവാക്ക് പറയാൻ നാവെടുക്കാതെ അവരുടെ ക്ഷേമാന്വേഷണങ്ങളിൽ മാത്രം ജാഗരൂകരായി വൃദ്ധസദനത്തിന്റെ അസ്വസ്ഥതകളിൽ അന്തിയുറങ്ങുന്ന, ജീവിതം തളച്ചിടുന്ന ആയിരക്കണക്കിന് അമ്മമാരുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. എന്തുപറ്റി നമുക്ക്? എവിടെയാണ് തകർന്നു പോയത്? ആരാണ് തകർത്ത് കളഞ്ഞതെന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹത്തിന് വിള്ളലുകളും വിടവുകളും വീണിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷെ നമ്മുടെ അമ്മമാർ വിദ്യാസമ്പന്നരാകണമെന്നില്ല, സൗന്ദര്യവതികളാകണമെന്നില്ല, സൗഭാഗ്യശാലികളാകണമെന്നില്ല, ശാലീന സുന്ദരികളാകണമെന്നില്ല, വലിയ വലിയ സർവകലാശാല ബിരുദങ്ങൾ ഉള്ളവരാകണമെന്നില്ല. പക്ഷെ അവരുടെ മനസ്സ് നിറയെ സ്നേഹവും വാത്സല്യവും സൗമ്യതയുമായിരുന്നു എന്ന് ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ മറന്നാൽ കാലം പോലും നമുക്ക് മാപ്പ് തരില്ല. അമ്മയുടെ ശാപം ആജീവനാന്ത മുറിവാണ്. അതുകൊണ്ട് അമ്മമാരുടെ മനസ്സ് കരിയാതിരിക്കാൻ, തകരാതിരിക്കാൻ, കണ്ണ് നിറയാതിരിക്കാൻ, ചങ്ക് പിടയാതിരിക്കാൻ മക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സ്നേഹത്തിൽ എല്ലാം ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മമാരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് മുമ്പിൽ, ത്യാഗമനസ്ഥിതിക്ക് മുമ്പിൽ, സ്നേഹമസൃണമായ അവരുടെ വാത്സല്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രഭാത വിചാരത്തിൻ്റെ ഈ എപ്പിസോഡ് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും മാതൃത്വത്തിൻ്റെ അനുഗ്രഹ വിചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Glory